ശ്രീ വി.ആർ. നോയൽ രാജ് എഴുതിയ ജീവിതയാത്ര എന്ന കവിതാ പുസ്തകത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ്. ജീവിത യാഥാർത്ഥ്യങ്ങളെ ചെറിയ ചെറിയ കവിതകളിലൂടെ രസകരമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കവിതാ സമാഹാരമാണ് ജീവിതയാത്ര എന്ന ഈ പുസ്തകം. ഇതിൽ 84 കവിതകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മൗനം എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു തരാനുള്ള നിഘണ്ടുവോ, തൂക്കം നോക്കാനുള്ള തുലാസോ, തെളിഞ്ഞു കാണാനുള്ള വെളിച്ചമോ, മറച്ചു വയ്ക്കാൻ ഇരുട്ടിനോ കഴിയില്ലെന്നും ഇത് ചെറുതല്ല എന്നും എല്ലാറ്റിനും ഉയരത്തിൽ നിൽക്കുന്ന ഒന്നാണെന്നും കവി ഇവിടെ പരാമർശിക്കുമ്പോഴാണ് വായനക്കാരും അതേക്കുറിച്ച് ചിന്തിക്കുന്നത്. മനസ്സ് തളരാതെ ആത്മവിശ്വാസത്തോടെ ഇരുന്നാൽ ഏത് കാര്യവും നേടിയെടുക്കാൻ കഴിയുമെന്ന് വിശ്വാസം എന്ന കവിതയിലൂടെ നമ്മളിൽ ആത്മവിശ്വാസം നിറയ്ക്കുകയാണ് ഇവിടെ. ജീവിതം സുഖദുഃഖങ്ങൾ നിറഞ്ഞതാണെന്നും ജയം മാത്രമല്ല നല്ലത്, തൃപ്തിയോടെ ചെയ്യുന്ന ഏത് കാര്യവും നല്ലതാണെന്ന് ഇവിടെ പരാമർശിക്കുന്നു. മറ്റൊരാളെ തോൽപ്പിച്ച് നമ്മൾ ജയിക്കുന്നതിനേക്കാൾ നല്ലത് തൃപ്തിയോടെ നാം ചെയ്യുന്ന കാര്യമാണെന്ന് തൃപ്തി എന്ന കവിതയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് എന്ന് ധന്യം എന്ന കവിതയിലും, സന്തോഷമുണ്ടാകുമ്പോൾ എല്ലാവരും നമ്മുടെ കീഴിലാണെന്നും മറ്റുള്ളവർ കാരണമാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നതെന്നും ഉള്ള തോന്നൽ മാറാതെ മനസ്സിന് സ്വസ്ഥത ഉണ്ടാവില്ല എന്നും കവി നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അനേകർ നമ്മളെ അറിയുമായിരിക്കും, പക്ഷേ ചുരുക്കം ചിലർക്കേ നമ്മളെ നന്നായി അറിയാൻ കഴിയൂ. ഇതും ഒരു അറിവ് തന്നെയാണ്. വേഷം, പുതുമ, ജീവിതം, നമുക്കായി, തെറ്റുകൾ, ജീവിതയാത്ര, ത്യാഗം, കുറവുകൾ, വഴി, തടവുകാർ, പെരുമാറ്റം, പ്രശ്നം, പൂർണ്ണത, ഉത്സാഹം തുടങ്ങി ഏത് കവിത വായിക്കുമ്പോഴും അത് തനിക്ക് വേണ്ടിയാണ് പറയുന്നതെന്ന് വായിക്കുന്ന ഓരോരുത്തർക്കും തോന്നുന്ന വിധത്തിലുള്ള അർത്ഥവത്തായ കാര്യങ്ങളാണ് എല്ലാം തന്നെ. സ്നേഹമെന്ന കവിതയിൽ ചുരുങ്ങിയ ജീവിത കാലയളവിൽ എല്ലാവർക്കും സ്നേഹം പകർന്നു നൽകാനും അത് ഏറെ ഇരട്ടിയായി ലഭിക്കാനും ആശംസിക്കുകയും മൂല്യം അളക്കാനാകാത്തതും മാറ്റി നിർത്താനാകാത്തതും ബന്ധം കൂട്ടി ഇണക്കാനും രോഗം മാറ്റാനും ജീവിതം അതിരസമാക്കാനും സ്നേഹത്തിനേ കഴിയൂ എന്നും കവി നമ്മോട് പറയുന്നു. തടസ്സങ്ങളും പ്രതിസന്ധികളും കണ്ട് വിഷമിക്കുകയോ നിരാശപ്പെടുകയോ വേണ്ടെന്നും അത് മറികടക്കാനുള്ള വഴി തെളിയുമെന്നുമാണ് തടസ്സം, പ്രശ്നങ്ങളും പ്രതിസന്ധികളും എത്രയൊക്കെ ഉണ്ടായാലും അതിനെയൊക്കെ മറികടന്നു പോയാൽ വിജയത്തിലേക്ക് കുതിക്കാം എന്നും പറയുന്നു. ഏതൊരു കാൽവയ്പാണ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് അറിയാത്തതിനാൽ ആവേശത്തോടെ ജീവിക്കാനാണ് കവി ആവശ്യപ്പെടുന്നത്. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ അതിനെ നേടുകയാണെങ്കിൽ ജീവിതം ലളിതമാക്കാമെന്ന് ഒളിച്ചോട്ടം എന്ന കവിതയിലൂടെ നമ്മോട് പറയുന്നു. ഈ കവിതാ പുസ്തകത്തിൽ 2 കവിതകളാണ് എന്നെ സ്വാധീനിച്ചത്. ഒന്ന്, നേരം. വിജയം കൈവരിക്കാൻ ഇത്തിരി നേരം മതിയാകില്ലെന്നും തോൽക്കാൻ ഒത്തിരി നേരം വേണ്ടെന്നും എത്ര സമയമെടുത്തായാലും വിജയം നേടണമെന്നും തോൽക്കാത്ത ഒരു മനസ്സുണ്ടാകണമെന്നും നേരം എന്ന കവിതയിലൂടെ നമ്മെ ബോധവാന്മാരാക്കുന്നു. രണ്ടാമത്തെ കവിത, സ്വപ്നം. നമ്മുടെ ഏതൊരു സ്വപ്നവും മുന്നിൽ വന്ന് കൈനീട്ടി നിൽക്കില്ലെന്നും അത് എത്തിപ്പിടിക്കാനും വെട്ടിപ്പിടിക്കാനും നല്ല തീരുമാനങ്ങളും അധ്വാനശീലവും അർപ്പണ മനോഭാവവും ഉണ്ടാകണമെന്നും നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ കൃതിയിലെ എല്ലാ കവിതകളും നമ്മോട് നേരിട്ട് സംവദിക്കുന്നവയാണ്. ഇതിലെ കവിതകൾ ഓരോന്നും ഓരോ ദിവസവും വായിച്ച് ധ്യാനിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു കൃതിയാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രസാധനം പറവൂർ സാഹിത്യവേദി. നന്ദി.